നമസ്കാരം പ്രിയപ്പെട്ട മലയാളി വാർത്തയുടെ പ്രേക്ഷകരെ, കഴിഞ്ഞ മണിക്കൂറുകൾ ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് കഴിഞ്ഞുപോയത്. ജയിലിനെ വേദിയാക്കി വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത് ആർ സുഗതൻ. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലാണ് ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ. അതിനുശേഷം മേയർ വി രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. നിർണായകമായ ചില വിവരങ്ങൾ ആണ് മേയർ വി രാജേഷ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അതായത് മാധ്യമപ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി ശ്രദ്ധേയമാവുകയാണ്. തിരുവനന്തപുരം മേയർക്ക് പുറമെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ, സുഗതന്റെ അടുത്ത ബന്ധുക്കൾ എന്നിവർ ജയിലിലെത്തിയിരുന്നു. ജയിലിലെ ലൈബ്രറി ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ്. 5 വർഷത്തേക്ക് വളരെ ഭംഗിയായി ഭരിച്ചു മുന്നോട്ട് പോകുമെന്നും അതിനുശേഷമുള്ള കാര്യങ്ങൾ പിന്നീട് പറയാമെന്നുമായിരുന്നു മേയറുടെ പ്രതികരണം. മേയർ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സുഗതൻ ഒരു തവണ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. ജയിൽ സൂപ്രണ്ടിന്റെ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ആ കർത്തവ്യം കൃത്യമായി നിർവഹിച്ചുവെന്നും മേയർ വ്യക്തമാക്കി. കൗൺസിലിംഗ് മീറ്റിംഗിൽ പങ്കെടുക്കാനാകാത്ത സാഹചര്യമാണ് സുഗതനുള്ളത്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാകില്ലേ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെന്നായിരുന്നു മേയറുടെ മറുപടി. കൗൺസിലറുടെ അഭിഭാഷക സംഘം അക്കാര്യത്തിൽ നേതൃത്വം നൽകുന്നുണ്ട്. കോടതി എന്തു പറയുന്നുവോ അതനുസരിച്ച് ആ ഉത്തരവ് നടപ്പിലാക്കുക എന്നതാണ് കോർപ്പറേഷന്റെ ദൗത്യമെന്നും മേയറുടെ മറുപടി. സുഗതൻ അവധിക്ക് അപേക്ഷ തന്നിട്ടുണ്ടെന്നും അത് ലീഗൽ അപേക്ഷയ്ക്ക് കോർപ്പറേഷൻ വിട്ടു നൽകിയെന്നും മേയറുടെ മറുപടി. മാത്രമല്ല, ഇത് കേരളത്തിനാകെ മൊത്തം നാണക്കേടായ ഒരു സംഭവമായിട്ട് മാറിയില്ലേ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മേയർ നൽകിയ മറുപടി ഇപ്രകാരമാണ്. കാപ്പ ആക്ട് കേരളത്തിൽ മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ നിൽക്കുന്ന എല്ലാ കൗൺസിലർമാരും രാഷ്ട്രീയപരമായി പല കേസുകളിലും പങ്കെടുത്ത്, പല സമരങ്ങളിലും പങ്കെടുത്ത്, പല കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ്. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള പല കൗൺസിലർമാർക്കും സമരങ്ങളിൽ പങ്കെടുത്ത് പല കേസുകൾ അവരുടെ പേരിലുണ്ട്. 1 2 അല്ല, കൂടുതൽ കേസുകൾ ഉള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. അതിൻ്റെ എല്ലാം അന്തിമമായിട്ടുള്ള ഒരു മറുപടി പറയേണ്ടത് കോടതിയാണ്. ആ സാഹചര്യങ്ങളിൽ മാത്രമേ പ്രതിപക്ഷത്തോട് ഇതൊരു നാണംകെട്ട സാഹചര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് എന്ന പ്രതിപക്ഷത്തിന്റെ മറുപടിക്ക് അത്തരത്തിൽ പ്രതികരിക്കേണ്ട സാഹചര്യമുള്ളൂ. പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഭരണപക്ഷത്തായിരുന്നപ്പോഴും ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകണമെന്ന് ഉത്തമമായ ബോധ്യമുള്ളവരാണ് BJP. ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ശക്തമായ വിയോജിപ്പ് CPMന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോന്നും ചെയ്യുന്നതും ഓരോ ഇഞ്ച് മുന്നോട്ട് പോകുന്നതെന്നും മേയറുടെ വിശദീകരണം. ആ കാര്യങ്ങളിൽ, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും 1 ഇഞ്ച് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ലെന്നും മേയർ പറഞ്ഞു. പാളയം മാർക്കറ്റിൽ മാസപ്പടി പിരിക്കുമ്പോൾ അതിന് കുറവ് വന്നാലും CPM നേതാക്കന്മാർ ബിനാമികളായ അനധികൃത കടകൾ പൂട്ടുമ്പോഴും കോർപ്പറേഷന്റെ കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വത്തുക്കൾ സ്വന്തം സ്വത്ത് പോലെ കൈമാറിയിരുന്ന സഖാക്കന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോഴും ഇതല്ല, ഇതിനപ്പുറവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും കോർപ്പറേഷൻ 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. അതായത് CPM ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളിലും അതിനെതിരെ ശക്തമായ നടപടി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് മേയർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കൗൺസിലറുടെ അഭാവം ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു കൗൺസിലറുടെ അഭാവം കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് മേയറുടെ മറുപടി. അതായത് സുഗതൻ ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ ആ കൗൺസിലറുടെ അഭാവം ആ നാട്ടിൽ വാഴോട്ടുകോണത്ത് വാർഡിലുണ്ട്. ആ ഒരു അഭാവം വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു മേയർ മറുപടി നൽകിയത്. ഒരു കൗൺസിലറുടെ അഭാവം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ജോലി കിട്ടി രാജിവെക്കുമ്പോൾ ഒരു കൗൺസിലറിന്റെ അഭാവം ഉണ്ടാകാം, അല്ലെങ്കിൽ ആ കൗൺസിലർ മരണം സംഭവിച്ചാൽ ആ കൗൺസിലറുടെ അഭാവം ഉണ്ടാകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മുനിസിപ്പൽ ആക്ടിൽ മറ്റു പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേയർ എന്ന നിലയ്ക്ക് താൻ തന്നെയാണ് കോർപ്പറേഷൻ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, അതായത് ജോലി കിട്ടി രാജിവെക്കുമ്പോൾ അല്ലെങ്കിൽ മരണം സംഭവിക്കുമ്പോൾ കൗൺസിലറുടെ അഭാവം ഉണ്ടാകാനുള്ള പല സാഹചര്യങ്ങളുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ മുനിസിപ്പൽ ആക്ടിൽ അതിന് മറ്റ് പരിഹാരങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മേയർ എന്ന നിലയ്ക്ക് താൻ തന്നെയാണ്, ഇപ്പോൾ ഒരു കൗൺസിലറുടെ അഭാവം ഉണ്ടെങ്കിൽ ആ വാർഡിലുള്ള ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മേയർ എന്ന രീതിക്ക് താൻ തന്നെയാണ് പരിഹാര മാർഗങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ വാഴോട്ടുകോണത്ത് സുഗതൻ എന്ന കൗൺസിലറുടെ അസാന്നിധ്യം ഉണ്ടെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരം കാണായ്മ ഇല്ല എന്നും ജനങ്ങളുടെ പല പ്രശ്നങ്ങൾക്ക് താൻ മേയർ എന്ന രീതിയിൽ ഇടപെടുന്നുണ്ടെന്നും മേയർ വ്യക്തമാക്കിയിരിക്കുന്നു.
എന്ത് പ്രശ്നം ആ വാഴോട്ടുകോണം വാർഡിലുള്ള ജനങ്ങൾ എന്ത് പ്രശ്നം നേരിട്ടാലും അതിന് പരിഹാര മാർഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണ പ്രതിസന്ധി എന്നൊരു വാദത്തിന് സ്ഥാനമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ വാർഡിലെ ജനങ്ങൾക്കോ വികസന പ്രശ്നങ്ങൾക്കോ യാതൊരു രീതിയിലുമുള്ള മുടക്കം വരാതെ കോർപ്പറേഷൻ നോക്കുന്നുണ്ട്. തന്റെ വാർഡായ കൊടുങ്ങാനൂർ വാർഡിനോട് ചേർന്ന് നിൽക്കുന്ന വാർഡാണ് വാഴോട്ടുകോണം. അതുകൊണ്ട് തന്നെ തനിക്ക് കൂടുതൽ കാര്യങ്ങൾ ആ വാർഡിന് വേണ്ടി ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നും മേയർ വ്യക്തമാക്കി. അതായത് മേയർ പറഞ്ഞു വരുന്നത് വാഴോട്ടുകോണം കൗൺസിലറായ ആർ സുഗതൻ ജയിലിലാണ്, ഒരുപാട് ദിവസമായി ജയിലിലാണ്. അപ്പോൾ ഒരു കൗൺസിലറുടെ അഭാവമുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ജനങ്ങൾക്ക് സൃഷ്ടിക്കില്ലേ എന്ന ചോദ്യത്തിന് അത്തരത്തിൽ നിലവിലൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നാണ് മേയർ വ്യക്തമാക്കുന്നത്. നമുക്ക് ഈ സംഭവത്തിന്റെ പശ്ചാത്തലമൊക്കെ അറിയാവുന്നതാണ്. വിവിധ ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സുഗതൻ അടക്കമുള്ള 20 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് നിയമപരമല്ലെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി ഇത് അസാധുവാക്കിയിരുന്നു. 19 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും സുഗതൻ അതിന് സാധിച്ചില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അംഗത്വം നഷ്ടമാകുമെന്ന ഘട്ടത്തിലാണ് BJP കോടതിയെ സമീപിച്ചത്. കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിയുന്ന പ്രതിയെ പുറത്തുവിടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സൗകര്യമൊരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കാമെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലും അറിയിച്ചു. മേയർ VV രാജേഷിനും അനിവാര്യരായ ഉദ്യോഗസ്ഥർക്ക് ജയിലിനുള്ളിൽ പ്രവേശിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കാപ്പ കേസിൽ ജയിലിലായതോടെയാണ് ഇപ്പോൾ സുഗതന് വിയ്യൂരിൽ നിന്നും പുനഃസത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. ജൂൺ 9 വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ 1 മാസത്തോളമായി. ജാമ്യം തേടിയെങ്കിലും കാപ്പ ഉപദേശക സമിതി അത് തള്ളി. തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സുഗതന് അനുകൂല ഉത്തരവുണ്ടായത്. തടവിൽ ഇളവ് നൽകാൻ കഴിയില്ലെന്ന കാപ്പ ഉപദേശക സമിതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ നടത്തിയ ശേഷമുള്ള 6 മാസം നടത്തുന്ന കൗൺസിൽ യോഗങ്ങളിൽ സുഗതന് പങ്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയാതെ വന്നാൽ അടുത്ത ഒരു പ്രതിസന്ധി കൂടി BJPക്ക് മുന്നിൽ ഉയരുകയാണ്. 6 മാസത്തേക്ക് അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മേയർക്ക് സുഗതൻ കത്ത് നൽകിയിട്ടുണ്ട്. തക്കതായ കാരണമുണ്ടെങ്കിൽ മേയർക്ക് അവധി അനുവദിക്കാമെന്ന് കേരള മുനിസിപ്പൽ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നും അതിനാൽ സുഗതന്റെ അപേക്ഷ നിയമോപദേശത്തിനായി വിട്ടിരിക്കുകയാണെന്നും കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. എന്തായാലും അടുത്ത 5 വർഷം യാതൊരുവിധ പ്രതിസന്ധികളും ഇല്ലാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആത്മവിശ്വാസത്തിലാണ് മേയർ VV രാജേഷ്. കോർപ്പറേഷനിൽ നിലവിൽ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളില്ലെന്നും ഈ ഭരണകാലയളവിൽ കൗൺസിലർമാരിൽ ആരും അയോഗ്യരാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണസമിതി അധികാരത്തിലേറിയ നാൾ മുതൽ പ്രതിപക്ഷം അനാവശ്യമായി വിമർശിക്കുകയാണ്. തങ്ങളുടെ തോൽവി പ്രതിപക്ഷം മാനസികമായി അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും മേയർ പരിഹസിച്ചു. എന്തായാലും ഈ ടൈമിൽ ആരും അയോഗ്യരാകില്ല. ഭരണസമിതി അധികാരത്തിലേറിയത് മുതൽ പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. മറ്റ് പ്രതിസന്ധികളൊന്നും നിലവിൽ ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം UDF കൗൺസിലർ ശബരിനാഥ് ഈ ഒരു തീരുമാനത്തെ, അതായത് കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നു എന്ന ഈ സാഹചര്യത്തെ പരിഹസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിമർശനം ഇപ്രകാരമായിരുന്നു: സുഗതന്റെ നാടുകടത്തലും പിന്നൊരു കാലുകുത്തലും. വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് വിയ്യൂർ ജയിലിൽ നടത്തണമെന്ന് കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. സുഗതനെതിരെയുള്ള കാപ്പ കേസ് ബഹുമാനപ്പെട്ട കോടതി വളരെ പ്രാധാന്യത്തോടെ കാണുന്നു എന്നതാണ് ഈ ഉത്തരവിന്റെ പൊരുൾ. പക്ഷേ ഒരു ജനപ്രതിനിധി, അത് ആരായാലും ഏത് സാഹചര്യമായാലും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ളത് ജനങ്ങളുടെ അവകാശമായതുകൊണ്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട കോടതി സുഗതന് അനുമതി നൽകിയത്. ഇല്ലെങ്കിൽ വിധി മറ്റൊന്നാകുമായിരുന്നു എന്നാണ് വിശ്വാസം. ഒന്നുകൂടി പറയട്ടെ, സുഗതന്റെ അയോഗ്യതയുമായി കേസിന് ബന്ധമില്ല. അത് വരും ദിവസങ്ങളിൽ കൗൺസിൽ കൂടുമ്പോൾ നിയമപരമായി തന്നെ ചർച്ച ചെയ്യും. എന്തായാലും BJP ഭരിക്കുന്ന നഗരസഭയിലെ ഒരു അംഗത്തിന് സ്വന്തം നഗരസഭയിലോ സ്വന്തം നാട്ടിലോ കാലുകുത്താൻ കഴിയാതെ 288 കിലോമീറ്റർ ദൂരെ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത് തിരുവനന്തപുരത്തിന് നാണക്കേടാണ്, ഭരണസമിതിക്ക് അപമാനമാണ് എന്നായിരുന്നു ശബരിനാഥിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.